Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ പിസയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബേസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം നനവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം മൂടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു മൂടിയിലോ പ്ലേറ്റിലോ എണ്ണ തടവി വെക്കണം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നു. ഇനി കുറച്ചും കൂടി എണ്ണ തടവി വീണ്ടും ഒന്ന് കുഴച്ച് നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല കട്ടിക്ക് വേണം നമ്മുടെ പിസയുടെ ബേസ് എന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം എണ്ണ തടവി കൊടുത്തിട്ടുള്ള പ്ലേറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ മൂടി എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് ഇങ്ങനെ നന്നായി പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ടാണ് ബേസ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ടൊമാറ്റോ സോസും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ഒറിഗാനോയുടെ സ്മെല്ല് നല്ല ഒരു ഫ്ലേവർ തരും കേട്ടോ നമ്മുടെ ഈ പിസയ്ക്ക്. അതും കൂടി ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള പിസയുടെ ബേസിൽ ഇതുപോലെ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിസയുടെ ആ ബേസ് ചില സ്ഥലങ്ങളിലൊക്കെ പൊങ്ങിയിട്ടും അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഒരേ രീതിയിലാവില്ല പൊങ്ങി വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് സവാള, അതുപോലെ തക്കാളി, ക്യാപ്സിക്കം വേണ്ടവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ഗ്രീൻ ചില്ലി ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഗ്രീൻ ചില്ലി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടി ഒന്ന് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാക്കാം, ബേക്ക് ചെയ്യാൻ റെഡിയായി. ഇനി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു കടായിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി, അതുപോലെ നമ്മുടെ ബേസും നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വീറ്റ് ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ ഒറിഗാനോ ഇത്രയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയാണ് ഈ ഒറിഗാനോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പിസ്സ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.